ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഫിഷ് കറിയാണ് കേട്ടോ. ഫിഷ് കറി ഇത് വേട്ടയെന്നാണ് പറയുന്നത്. എനിക്ക് മീനിൻ്റെ പേരെനിക്ക് അറിയത്തില്ല. വേട്ടയെന്ന് പറഞ്ഞപ്പോൾ അതിനൊന്ന് കഴുകിയൊന്ന് ചെറുതായിട്ടൊന്ന് മുറിക്കുക. ഞാനിത് ആദ്യമായിട്ട് കാണുന്നതാണ് കേട്ടോ. ഞാൻ ആദ്യം വേറെ എന്തോ മീനെന്നാണ് വിചാരിച്ചത്. അപ്പോൾ കേട്ടപ്പോൾ വേട്ടയെന്ന് പറഞ്ഞു. ഇതൊന്ന് വൈകിട്ട് നമുക്ക് പ്രവാസികൾക്കൊന്ന് മീൻ കറി വയ്ക്കാൻ വേണ്ടി ഇന്ന് കട്ട് ചെയ്തിട്ടോ. കട്ട് ചെയ്തപ്പോൾ കുറച്ച് മുട്ട കിട്ടിയിട്ടുണ്ട്. പിന്നെ തലയും മുട്ടയൊന്നും ഞാൻ എടുത്തിട്ടില്ല. പീസ് കണക്കി മാത്രം ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. അത് മതി. ഞാനിത് അത്യായിട്ട് കൂട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് അതിലേക്കുള്ള കറി വെക്കാനായിട്ടുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. അപ്പോൾ ആദ്യം നമുക്ക് കറി എങ്ങനെയാണ് വെക്കുന്നത് നോക്കാം. ഇവിടുത്തെ കറിയാണ് കേട്ടോ, ഗൾഫിലത്തെ മോഡലാണ് കേട്ടോ. ആദ്യം കുറച്ച് ഓയിലിൽ സ്ലൈസായിട്ട് ഉള്ളി അരിഞ്ഞൊന്ന് വാട്ടുക. കുറച്ച് പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുക. ചിലയിടത്ത് ഈ മീനിനെ തേടെന്ന് പറയും, ചിലയിടത്ത് വേട്ടാന്ന് പറയും. വേട്ടാണോ? എനിക്ക് പേരൊന്നത്തെ പിടിയില്ല. ഒന്ന് റെഡിയാക്കാനുള്ള പരിപാടിയാണ്. ഉള്ളിയൊക്കെ നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുക. പച്ചമുളകും ഉള്ളിയും, കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ അതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പം ഗോൾഡ് കളറായി. പിന്നെ തക്കാളി ഞാൻ ജ്യൂസ് അടിക്കും കേട്ടോ. ഞാൻ സ്ലൈസായിട്ട് അടിച്ചിട്ട് തക്കാളി ഞാൻ ജ്യൂസാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്കുള്ള മസാലയാണ് കേട്ടോ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മീൻ മസാല, മല്ലിപ്പൊടി, ഇതെല്ലാം കൂടെ ഞാൻ എൻ്റെ കൂടെ മിക്സ് ആക്കിയിട്ടുണ്ട്. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. സെറ്റായിട്ടുണ്ട്. ഇനി കുറച്ച് തക്കാളി പേസ്റ്റ് ഇടും കേട്ടോ. ഇത് ഞാൻ തക്കാളി ജ്യൂസ് അടിച്ചാണ്. ഒരു 3 തക്കാളി മിക്സിയിൽ അടിച്ചാണ്. അതും കൂടെ ഒഴിച്ചു കൊടുത്തു. പിന്നെ കുറച്ച് തക്കാളി പേസ്റ്റ് ഒഴിക്കുന്നുണ്ട് കേട്ടോ. നാട്ടിലെ പോലെ അല്ല, ഉള്ളിയും ഇഞ്ചി, വെളുത്തുള്ളിയും, മുളകും തക്കാളിയും കൂടെയുള്ള മീൻ കറിയാണ് കേട്ടോ. കറി ഒന്ന് നല്ല ക്ലിക്കായി വന്നു. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ കഴുകി വെച്ച മീനിനെ നമുക്കിതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക. ഞാൻ വിചാരിച്ചില്ല കേട്ടോ, നല്ല വേവുണ്ട് കേട്ടോ മീൻ. ആവശ്യത്തിന് വേവൊക്കെ ഉണ്ട്. കുറച്ച് നേരം കിടന്നു. വലിയ പീസായിട്ടാണ് ഞാൻ മുറിച്ചത്, കാരണം ഇവിടെ 5-6 പേരുണ്ടേ, ഓരോ പീസ് കൊടുക്കാമല്ലോ. നല്ല കുറച്ച് തിളയ്ക്കുക. ഒന്ന് മൂടി വയ്ക്കുക, എന്നിട്ട് വേവട്ടെ. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് പുളി ഞാൻ കലക്കി ഒഴിക്കും കേട്ടോ. നമ്മൾ സാധാ പുളി ഉണ്ടല്ലോ, പുളിയൊക്കെ ഒഴിക്കാമല്ലോ. അപ്പോൾ പുളിയൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഇത്തിരി പുളിയും ഉപ്പും കൂടെ ആകുമ്പോൾ മീൻ നല്ല പിടിക്കും. മീൻ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. കുറച്ചുകൂടെ വെന്തതിന് ശേഷം നമുക്ക് ഓഫാക്കാം. അങ്ങനെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. കുറച്ച് മല്ലിയില ഇടുന്നുണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. ഇതാണ് ഇവിടുത്തെ ഗൾഫിലെ പ്രവാസിയുടെ മീൻ കറി.